ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ. എല്ലാ അറിവും അറിവല്ല. ഉറക്കത്തിന്റെ അനുകരണമാണ് മോഹനിദ്ര. എങ്ങനെയാണ് ഒരാൾ ഇതിന് വിധേയമാകുന്നതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. മോഹനിദ്ര വ്യക്തിക്ക് റിലാക്സ് ചെയ്യാനും ഒരു വിഷയത്തിൽ തന്നെ പൂർണ്ണമായും ശ്രദ്ധിക്കാനും ചുറ്റുപാടുകളെക്കുറിച്ച് മറക്കാനും സഹായിക്കുന്നുണ്ട്. മോഹനിദ്രയ്ക്ക് വിധേയമാകുന്ന ആൾ ഹിപ്നോട്ടിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതികരിക്കും. ഇതിലൂടെ ഒരാളുടെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന ഓർമ്മകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയൊക്കെ വിദഗ്ധനായ ഒരു ഹിപ്നോട്ടിസ്റ്റിന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. പല രോഗങ്ങളുടെയും ശമനം വേഗത്തിലാക്കാൻ മോഹനിദ്ര സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഒരു രോഗശമന മാർഗമല്ല ഇത്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസ് ആർട്ടൺ മെസ്മർ എന്ന ഓസ്ട്രിയൻ ഡോക്ടറാണ് ഈ മോഹനിദ്രയെ വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പേരുകൂടി ചേർത്ത് മെസ്മറിസം എന്ന പേരിലാണ് പിന്നീട് ഇത് അറിയപ്പെട്ടത്. പക്ഷേ ഇദ്ദേഹം ഇത് ഒരുപാട് ദുരുപയോഗം ചെയ്തു രോഗികളിൽ നിന്ന് ധനം സമ്പാദിച്ചു. 1778 മെസ്മർ പാരീസിലെത്തി ചികിത്സ തുടങ്ങി. തൻ്റെ അംഗവിക്ഷേപങ്ങളിലൂടെയും വാഗ്ധോരണിയിലൂടെയും ആൾക്കാരെ മോഹനിദ്രയിലാഴ്ത്തി താൽക്കാലികമായ സുഖം നൽകി. താൻ പൂർണ്ണമായും രോഗശാന്തി വരുത്തുകയാണെന്ന് മെസ്മർ അവകാശപ്പെട്ടു. ഇത് വിശ്വസിച്ച രോഗികൾ മെസ്മറുടെ ക്ലിനിക്കിൽ തടിച്ചുകൂടി. അവസാനം ഡോക്ടർമാർക്കിടയിൽ നിന്ന് തന്നെ വലിയ പരാതികൾ ഉണ്ടാകുകയും ഇത് അന്വേഷണത്തിന് വിധേയമാകുകയും അധികൃതർ രാജ്യത്ത് നിന്ന് തന്നെ മെസ്മറിനെ പുറത്താക്കുകയും ചെയ്തു. ഡൗൺ സിൻഡ്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു അപൂർവ രോഗമാണ്. ലക്ഷത്തിൽ 100 പേർക്ക് വരാവുന്ന രോഗം. രോഗം വരുന്ന രീതി ഏറെ കൗതുകമുണർത്തുന്നതാണ്. അതാണ് ഈ രോഗത്തെ വൈദ്യശാസ്ത്ര രംഗത്ത് വേറിട്ട് നിർത്തുന്നത്. മനുഷ്യന് 46 ക്രോമസോമുകളാണല്ലോ ഉള്ളത്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പകുതി വീതം, അതായത് 23 ജോഡി. നമ്മുടെ പാരമ്പര്യത്തെ തലമുറകളിലൂടെ കൈമാറുന്നത് ക്രോമസോമുകളിലെ ജീനുകളാണ്. 23 ജോഡി ക്രോമസോമുകളിൽ 21ാമത്തേതിൽ ചിലർക്ക് ഒരു ക്രോമസോം അധികമായി വരും, അതായത് മൂന്നാമത് ഒന്ന്. അത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആകാം. ഇത് വ്യക്തികളിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകും. വൈകിയ ശാരീരിക വളർച്ച, ബുദ്ധിപരമായ വൈകല്യം, അതായത് പ്രായപൂർത്തിയായ ആണിനോ പെണ്ണിനോ 5-6 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വളർച്ചയെ കാണൂ. അതാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. പ്രാഥമിക കാഴ്ചപ്പാടിൽ ഓട്ടിസം പോലെ തോന്നിച്ചേക്കാം. പ്രായമായ മാതാവിനുണ്ടാകുന്ന കുട്ടികളിലാണ് കൂടുതലായി ഡൗൺ സിൻഡ്രോം രോഗം കാണപ്പെടുന്നത്. ചില പരിശോധനകളിലൂടെ ഗർഭാവസ്ഥയിൽ തന്നെ ഇത് കണ്ടെത്തുവാൻ കഴിയും. കണ്ടെത്തിയാൽ അബോർഷൻ ചെയ്യാൻ അനുവാദമുണ്ട്. ഈ രോഗാവസ്ഥ ആദ്യമായി വിശദീകരിച്ചത് 1866 ബ്രിട്ടീഷ് ഡോക്ടറായിരുന്ന ജോൺ ലാങ് ഡൗൺ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ രോഗം അറിയപ്പെടുന്നത്. എല്ലാ വർഷവും മാർച്ച് 21 ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കപ്പെടുന്നുണ്ട്. സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി ലോകപ്രശസ്തരായ ചില അപസ്മാര രോഗികളെ പരിചയപ്പെടാം. ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രോഗമാണ് അപസ്മാരം. ഈ രോഗത്തെപ്പറ്റിയുള്ള മിഥ്യാധാരണയും ഏറെയാണ്. തലച്ചോറിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന അസാധാരണമായ ചില ഇലക്ട്രിക്കൽ തരംഗങ്ങളാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. തലച്ചോറിനുള്ളിൽ ഉണ്ടാകുന്ന ഏതുതരം ക്ഷതവും ഈ രോഗത്തിന് കാരണമാകാം. ജനിതകമായ കാരണവുമാകാം. ഇത് മസ്തിഷ്ക രോഗമായതിനാൽ ഈ രോഗമുള്ളവർ ബുദ്ധിശക്തിയിൽ വളരെ പിറകെയായിരിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല. ലോക ജനതയെ നിയന്ത്രിച്ച പലരും അപസ്മാര രോഗികളായിരുന്നു എന്നതാണ് കൗതുകകരം. ജൂലിയസ് സീസർ, ലെനിൻ, സോക്രട്ടീസ്, ആൽഫ്രഡ് നൊബൈൽ, വിൻസെന്റ് വാൻ ഗോഗ് തുടങ്ങി അനേകം പ്രതിഭകൾ അപസ്മാര രോഗികളായിരുന്നു. തങ്ങളുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ഇവരൊക്കെ. രോഗത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ശരിയായ ചികിത്സയും കിട്ടിയാൽ ഈ രോഗത്തെ അതിജീവിക്കാം. ടെലിമെഡിസിൻ എന്ന് കേട്ടിട്ടുണ്ടോ? വിദൂരത്തിലിരിക്കുന്ന ഡോക്ടറുമായി ഫോണിലൂടെ സംസാരിച്ച് രോഗനിർണയം നടത്തി ചികിത്സ നിശ്ചയിക്കുന്ന രീതിയാണ് ഇത്. കോവിഡ് മഹാമാരി കാലത്താണ് ഇത് ഏറെ പ്രചാരം നേടിയത്. എന്നാൽ ഒരു പടി കൂടെ കടന്നുള്ള പുത്തൻ സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനെറ്റ് ഓഫ് മെഡിസിൻ. IoT ഡിവൈസുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വൈദ്യശാസ്ത്ര രംഗത്ത് IoT ഉപയോഗിക്കുന്നതിനെയാണ് ഇന്റർനെറ്റ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന ചെറു ഉപകരണങ്ങൾ വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ഒരാളുടെ ഹൃദയത്തിൽ സെൻസർ ഘടിപ്പിച്ച ഈ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതിക വിദ്യയിലൂടെ ഹൃദയ ആരോഗ്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല, ബന്ധുവിനും കുടുംബ ഡോക്ടർക്കും അപകട സന്ദേശം എത്തും. അന്നേരം ചികിത്സ തുടങ്ങിയാൽ മതി. ഇതുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. കൃത്യസമയത്ത് രോഗം തിരിച്ചറിയാം, അപ്പോൾ ചികിത്സ തുടങ്ങിയാൽ മതി. ഇങ്ങനെ പണവും സമയവും നമുക്ക് ലാഭിക്കാം. ഇനി മരുന്ന് കഴിച്ചാലോ? ആ വിവരം ഡോക്ടർക്കും ബന്ധുക്കൾക്കും ഉടൻ അറിയാം. സെൻസർ ഘടിപ്പിച്ച ഗുളികകളാണ് വരാൻ പോകുന്നത്. 2008 പ്രൊട്ടാസ് ഡിജിറ്റൽ ഹെൽത്ത് എന്ന അമേരിക്കൻ കമ്പനിക്ക് സെൻസർ ഘടിപ്പിച്ച ഗുളികകൾക്ക് പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ തന്നെ മറ്റൊരു വിജയമാണ് ഡോക്ടർ നേരിട്ട് ഇടപെടാത്ത റോബോട്ടിക് സർജറി. IoT വിദ്യ കൂടുതൽ വികസിക്കുന്നതോടെ രോഗനിർണയ രീതികൾ കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാകും. 5G പൂർണ്ണതോതിൽ ആകുന്നതോടെ വൈദ്യശാസ്ത്ര രംഗം അപ്പാടെ മാറിമറിയും. മനുഷ്യ ശരീരത്തിൽ കയറ്റിവിടാൻ ഇനി ജീവനുള്ള മെഷീനും ഉണ്ടാകുന്നു. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാമെങ്കിലും ഇത് സത്യമാണ്. അമേരിക്കയിലെ വെർമോണ്ട്, ട്രാൻസ് എന്നീ യൂണിവേഴ്സിറ്റികളിലെ ഗവേഷകർ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം ഈയിടെ നടത്തി. ജീവനുള്ള യന്ത്രം, 1 മില്ലിമീറ്ററിന് താഴെ മാത്രം വലിപ്പമുള്ള ഒരു റോബോട്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് കോശം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്നെപ്പസ് ലിയസ് എന്ന ഗണത്തിൽപ്പെടുന്ന തവളയുടെ കോശമാണ് ഈ യന്ത്രം ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെയും ജീൻ എഡിറ്റിങ്ങിൻ്റെയും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആണ് ഈ കുഞ്ഞു മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത്. സിനോബോട്ടുകൾ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഇതിനെ കയറ്റിവിടാനാകും. ഇത് 7 ദിവസം വരെ ശരീരത്തിൽ ജീവിക്കും. മരുന്നുകളെ ഈ യന്ത്രത്തിന് കൊണ്ടുപോകാൻ കഴിയും. അവയെ ശരീരത്തിൽ വേണ്ട സ്ഥലത്ത് എത്തിക്കുക, ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുക തുടങ്ങിയവയൊക്കെ ചെയ്യാൻ ഇവയ്ക്കാകും. ജോലി പൂർത്തിയാക്കിയാൽ ഇവ സ്വയം നശിക്കും. പിന്നീട് വിസർജ്യ വസ്തുക്കളോടൊപ്പം ശരീരം തന്നെ പുറന്തള്ളിക്കൊള്ളും. സ്വയം സഞ്ചരിക്കാൻ ഇവയ്ക്കാകുമെന്നതിനാൽ മനുഷ്യ ശരീരത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കാൻ സിനോബോട്ടുകൾക്കാകും. ചുറ്റുപാടുകളോട് പ്രതികരിക്കാനും ഇവയ്ക്കാകും. മെഡിക്കൽ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ ഇവയ്ക്കാകുമെന്നാണ് വൈദ്യശാസ്ത്രം കരുതുന്നത്. ഇനി ചെടിയും ചികിത്സിക്കുമോ? അതെ, പുതിയ ചികിത്സാ രീതിയാണ് ഹോർട്ടികൾച്ചർ തെറാപ്പി. മാനസിക രോഗങ്ങൾ മുതൽ ജീവിതശൈലി രോഗങ്ങൾ വരെ മാറ്റാമെന്നാണ് ഹോർട്ടികൾച്ചർ തെറാപ്പിസ്റ്റുകൾ പറയുന്നത്. ചെടികൾ നട്ട് വളർത്തുക, അവയുടെ പരിപാലനം തുടങ്ങിയവയാണ് ഈ തെറാപ്പിയുടെ രീതി. ചെടികൾ രോഗിയുടെ മനസ്സിന് ശാന്തത നൽകുന്നു. അവ നമ്മിൽ പോസിറ്റീവ് വികാരങ്ങൾ സൃഷ്ടിക്കും, രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാക്കും. ഇതാണ് ഹോർട്ടികൾച്ചർ തെറാപ്പിയുടെ അടിസ്ഥാന തത്വമായി പറയുന്നത്. രോഗിയുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുക, കൂട്ടമായി ഒരിടത്ത് കൃഷി ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുക, വിളവുകളും പൂവുകളും വിൽക്കുക. ഇങ്ങനെ ഹോർട്ടികൾച്ചർ തെറാപ്പിക്ക് പല രീതികളുണ്ട്. ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞർ തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് ഹോർട്ടികൾച്ചർ തെറാപ്പിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ ഹോർട്ടികൾച്ചർ അസോസിയേഷനാണ് ഈ രംഗത്തെ അംഗീകൃത സംഘടന. വിദേശ രാജ്യത്ത് മുൻപ് പ്രചാരത്തിലുള്ള ഈ തെറാപ്പി ഇപ്പോൾ നമ്മുടെ രാജ്യത്തും വ്യാപകമാവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഹോർട്ടികൾച്ചർ തെറാപ്പി കോഴ്സുകൾ തന്നെ ഉണ്ട്. ഓരോ രോഗിക്കും പ്രത്യേകം ചികിത്സകളായിരിക്കും വേണ്ടത്. രോഗം മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കണം നിർദ്ദേശം നൽകേണ്ടത്. നമ്മുടെ നാട്ടിലും ഇത്തരം തെറാപ്പിസ്റ്റുകൾ ഉണ്ട്, പക്ഷേ വളരെ പരിമിതമാണ്. ഒരുപാട് തൊഴിൽ സാധ്യത ഉള്ള മേഖലയായതിനാൽ കൂടുതൽ പേർ ഭാവിയിൽ കടന്നു വരുമെന്നാണ് കരുതുന്നത്. സസ്യശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും. മസ്തിഷ്ക വൈദ്യുതി, അതെ, അങ്ങനെയും വൈദ്യുതിയുണ്ട്. മനുഷ്യനെ മൊത്തം നിയന്ത്രിക്കാൻ ഇതിനാകും. 1875 ഇംഗ്ലീഷ് ഫിസിയോളജിസ്റ്റായ റീച്ചാൻ കാറ്റൻ ആണിത് കണ്ടെത്തിയത്. ഒരു മുയലിൻ്റെ തലയിൽ 2 ഇലക്ട്രോഡുകൾ വെച്ചാണ് തലച്ചോറിൽ ചെറിയ വൈദ്യുതി ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചത്. അരനൂറ്റാണ്ടിന് ശേഷം ജർമ്മൻ സൈക്യാട്രിസ്റ്റായ ഹാൻസ് ബെർജർ റേഡിയോ ഉപകരണങ്ങളുടെ സഹായത്തോടെ തലച്ചോറിലെ വൈദ്യുതിയുടെ ശക്തി 10 ലക്ഷം മടങ്ങ് കൂട്ടാമെന്നും അവയുടെ ഒഴുക്ക് ഗ്രാഫിൽ രേഖപ്പെടുത്താമെന്നും തെളിയിച്ചു. ആധുനിക കാലത്ത് തലച്ചോറിലെ വൈദ്യുതിയെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് EEG. തലച്ചോറിലെ വൈദ്യുത പ്രവർത്തനങ്ങൾ ഗ്രാഫിൽ രേഖപ്പെടുത്തി പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. മസ്തിഷ്കത്തിലെ ട്യൂമർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളെയും വൈദ്യുതി തരംഗങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി എളുപ്പം കണ്ടുപിടിക്കാൻ EEGക്ക് കഴിയുന്നു. ബോധത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ മനസ്സിലാക്കാനും ന്യൂറോ സയൻറ്റിസ്റ്റുകൾക്ക് കഴിയുന്നു. തലച്ചോറിലെ രോഗചികിത്സ മാത്രമല്ല, മനഃശാസ്ത്ര ചികിത്സയ്ക്കും EEG സഹായിക്കും. ഇനി പറയാൻ പോകുന്നത് ആധുനിക വൈദ്യശാസ്ത്രം അടിമുടി മാറ്റിയെഴുതാൻ പോകുന്ന രസതന്ത്ര കണ്ടെത്തലിനെ കുറിച്ചാണ്. ശാസ്ത്ര ശാഖകൾക്ക് തമ്മിൽ വേർതിരിക്കാവുന്ന വേലിക്കെട്ടുകൾ കുറഞ്ഞു വരികയാണ് ഇന്ന്. 2022
രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ 3 പേരിൽ ഒരാൾ വനിതയാണ്. കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്ന 8ാമത്തെ വനിതയാണ് അവർ. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ കരോലിൻ ആർ ബർട്ടോസിയാണ് ഈ വനിത. 2003 ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്ന ശാഖയ്ക്ക് തന്നെ അവർ തുടക്കമിട്ടു. വൈദ്യശാസ്ത്രത്തിന് വലിയ സംഭാവനയാണ് ഇത് നൽകുന്നത്. ജീവനെ സംബന്ധിച്ച് സുപ്രധാന തന്മാത്രകളായ പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡുകൾ തുടങ്ങിയവയുടെ കോശത്തിനകത്തെ പ്രവർത്തനം ഇത് എങ്ങനെയാണെന്ന് പഠിക്കാനും ജീവികളുടെ ജനിതക ഘടന മനസ്സിലാക്കാനുമുള്ള ശ്രമങ്ങൾ മുൻപേ തുടങ്ങിയിരുന്നുവെങ്കിലും ഇതിലെ ഒരു പ്രധാന ഘടകമായ ഗ്ലൈക്കനുകളെ കുറിച്ച് ആരും കാര്യമായി മനസ്സിലാക്കിയിരുന്നില്ല. പലതരം പഞ്ചസാരകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സങ്കീർണമായ ഈ കാർബോഹൈഡ്രേറ്റുകൾ രോഗപ്രതിരോധത്തിലടക്കം പലതിലും ഇടപെടുന്നുണ്ട്. ഇവയിലെ ഒരു പ്രധാന ഗ്രൂപ്പാണ് ഈ ഗ്ലൈക്കനുകൾ. പക്ഷേ ഇവയെപ്പറ്റി പഠിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. കരോലിൻ ഇവയെക്കുറിച്ച് 1990കളിൽ തന്നെ ഗവേഷണം നടത്തിയിരുന്നു. ഗ്ലൈക്കണുകളിൽ ഒരു രാസക്കൊഴുത്ത് കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് അവർ അന്ന് ചിന്തിച്ചു. ഇത് സാധ്യമായാൽ കൊഴുത്തിലേക്ക് ഫ്ലൂറസെൻ്റ് തന്മാത്രയോ മരുന്നായി ഉപയോഗിക്കാവുന്ന തന്മാത്രയോ എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ കോശത്തിനകത്തെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയും. പക്ഷേ കൊഴുത്തായി കൂട്ടിച്ചേർക്കുന്ന തന്മാത്ര കോശത്തിനുള്ളിലെ മറ്റ് വസ്തുവുമായി പ്രതിപ്രവർത്തിക്കാത്തതാകണം. ആദ്യമായി അവർ കണ്ടെത്തിയ രാസക്കൊഴുത്ത് ഒരു അസൈഡ് തന്മാത്രയായിരുന്നു. ഇതിനോട് പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു ഫ്ലൂറസെൻ്റ് തന്മാത്രയെ ഘടിപ്പിക്കാനും ഗ്ലാക്കണിൽ ഉൾപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞു. ഈ കണ്ടുപിടുത്തം കോശത്തിന് കേടുപാട് പറ്റാതെ അതിനകത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അവസരമൊരുക്കി. ക്യാൻസർ ചികിത്സയിൽ ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഭാവിയിൽ ഇതുണ്ടാക്കുക. രസതന്ത്രത്തിൽ ബയോ ഓർത്തോഗണൽ എന്ന ഈ ശാഖ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.